ആത്മീയമായി വളരണമെന്ന ചിന്ത ഇല്ലാഞ്ഞിട്ടല്ല, മറിച്ച് ആഗ്രഹിക്കുന്ന വിധത്തിൽ വളരുവാൻ സാധിക്കുന്നില്ല എന്നതാണ് അനേകരുടെയും പ്രശ്നം. ഇതിനെന്താണ് ഒരു പോംവഴി? സ്വന്തം സാമർഥ്യത്തിലൂന്നിയുള്ള പോക്ക് ഗുണത്തേക്കാളേറെ ദോഷം മാത്രമേ ചെയ്യൂ. ജീവസന്ദേശത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. യാക്കോബ് തൻ്റെ ആയുസ്സിൻ്റെ സായാഹ്നത്തിൽ അടിയുറച്ച വിശ്വാസവും ശോഭനമായ പ്രത്യാശയുമുള്ളവനായി തീർന്നുവെന്നത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ദൈവിക വാഗ്ദത്തങ്ങളുടെ പൂർണ്ണമായ നിവൃത്തി തനിക്ക് അനുഭവിക്കുവാനായില്ലെങ്കിലും അവയെ ദൂരത്ത് നിന്ന് വിശ്വാസക്കണ്ണാൽ കണ്ടും അഭിവന്ദിച്ചും ഈ ലോകം വിടുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. തൻ്റെ തലമുറ ആ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുമെന്ന ഉറപ്പോടെ അവരെ അനുഗ്രഹിക്കുവാൻ അവൻ തയ്യാറായി. ഇങ്ങനെ തൻ്റെ കുടുംബത്തിൻ്റെ പ്രവാചകനായും പുരോഹിതനായും ശുശ്രൂഷ ചെയ്തുകൊണ്ടാണ് യാക്കോബ് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. ആ വേദഭാഗങ്ങളിലൂടെ ഇന്ന് നമുക്ക് കടന്നു പോകാം. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായത്തിൻ്റെ 1 മുതൽ 49 അധ്യായത്തിൻ്റെ 7 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായത്തിൽ നാം കാണുന്നത് യാക്കോബിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങളാണ്. അവൻ്റെ രോഗവും യോസഫിൻ്റെ 2 മക്കളെ അനുഗ്രഹിക്കുന്നതുമാണ് ഇതിലെ വിഷയം. എബ്രായ ലേഖനം 11 അധ്യായം 21 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു എന്നത്രേ. യാക്കോബിൻ്റെ ആത്മീയ വളർച്ചയുടെ കൂടുതൽ തെളിവുകൾ നമുക്ക് കാട്ടിത്തരുന്ന അധ്യായമാണ് ഈ 48 അധ്യായം. അവൻ്റെ ആദ്യകാല സ്വഭാവത്തിൽ നിന്നും അവൻ വളരെ ദൂരം എത്തിയിരിക്കുകയാണ്. അന്നൊക്കെ എന്തെല്ലാം വേലകളാണ് കയ്യിലിരുന്നത്, ഓർക്കുന്നില്ലേ? യാക്കോബിൻ്റെ ആയുസിൻ്റെ ഈ അവസാന ഭാഗത്ത് നാം കാണുന്ന വിശേഷ ഗുണങ്ങൾ അവൻ്റെ ആദ്യകാലങ്ങളിൽ ഇല്ലാതെ പോയത് നിർഭാഗ്യകരമായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആത്മീയ ജീവിതം ഒരു വളർച്ചയും പുരോഗമനവുമാകും. വളർന്നുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥ, അതാണ് ഞാൻ പുരോഗമനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇതൊരു നിമിഷം കൊണ്ട് സംഭവിക്കുന്ന വിഭ്രമാത്മകമായ ഒരു അനുഭവമല്ല. ദൈവം വളരെ ക്ഷമയോടെ യാക്കോബിനോട് ഇടപെട്ടു. അവൻ ക്ഷമയോടെ കൈത്താങ്ങി. അത് നാം കാണുന്നു. 48 അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ നാം വായിക്കുന്നത്, അനന്തരം യോസഫിന് നിൻ്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു. ഉടനെ അവൻ മനശ്ശെ, എഫ്രീം എന്ന 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടു ചെന്നു. നിൻ്റെ മകൻ യോസഫ് ഇതാ വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ചു കട്ടിലിന്മേലിരുന്നു. യാക്കോബ് യോസഫിനോട് പറഞ്ഞത്, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു. എന്നോട്, ഞാൻ സന്താന പുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. ഈ പ്രായം ചെന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആവേശം നിങ്ങൾക്ക് ഊഹിക്കാമോ? ഇതാ തൻ്റെ ഇഷ്ടപുത്രൻ യോസഫ് അവൻ്റെ 2 മക്കളുമായി വരുന്നു. താൻ യോസഫിനെ ഈ ആയുസ്സിൽ കാണുമെന്ന് യാക്കോബ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചതല്ല. കാരണം യോസഫ് കൊല്ലപ്പെട്ടു എന്നായിരുന്നു യാക്കോബ് ഉറച്ചു വിശ്വസിച്ചിരുന്നത്. പക്ഷേ മിസ്രൈമിലെ എത്ര ഉന്നതമായ ഒരു സ്ഥാനത്തിൽ യാക്കോബ് തൻ്റെ പ്രിയ യോസഫിനെ ഇപ്പോൾ കാണുന്നു. ദൈവം തൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ക്രമീകരിച്ചത് യാക്കോബിന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. കഴിഞ്ഞ 17 വർഷങ്ങളായി യാക്കോബ് മിസ്രൈം ദേശത്തായിരുന്നു താമസിച്ചത്. പ്രായാധിക്യത്താൽ ഇപ്പോൾ യാക്കോബ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്നാൽ അവൻ തൻ്റെ ശക്തിയെല്ലാം കൂടി സംഭരിച്ച് തൻ്റെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. പണ്ട് ലൂസിൽ വെച്ച് ദൈവം തനിക്ക് പ്രത്യക്ഷനായ ആ സമയത്തേക്ക് യാക്കോബിൻ്റെ ചിന്ത പോകുന്നത് ശ്രദ്ധിച്ചാലും. എന്നിട്ട് അവൻ യോസഫിനോട് പറയുകയാണ്, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു. യാക്കോബ് ഇപ്പോൾ വളരെയേറെ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. നാം ഇപ്പോൾ യാക്കോബിൻ്റെ വിശ്വാസം കാണുന്നു. അവനിപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. അവൻ തന്നിൽ തന്നെ വീഴുകയല്ല. ഒരു യുവാവായിരുന്ന സമയത്ത് അവൻ ഒരു സൂത്രക്കാരനും താൻ ആഗ്രഹിച്ചതെല്ലാം എങ്ങനെയെങ്കിലും തട്ടിയെടുക്കുന്നവനുമായിരുന്നു. കുറഞ്ഞത് അവൻ അങ്ങനെ ചിന്തിച്ചിരുന്നു. അതെല്ലാം നേടിയെടുക്കുവാൻ ഏതു മാർഗവും അവൻ അവലംബിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ബേഥേലിൽ വെച്ച് അവന് പ്രത്യക്ഷനായ ആ അവസരം അവൻ ഓർക്കുന്നു. അതെ, അവൻ കനാൻ ദേശം വിടുമ്പോഴും കനാനിലേക്ക് തിരികെ വരുമ്പോഴും അവൻ പറയുന്നു, ദൈവം എനിക്കിവിടെ പ്രത്യക്ഷനായി എന്നിട്ട് എന്നെ അനുഗ്രഹിച്ചു. ഇനിയും നാം യാക്കോബിൻ്റെ വിശ്വാസം കാണുവാൻ പോവുകയാണ്. അതാണ് നാം 4-ാം വാക്യത്തിൽ വായിച്ചത്. പഴയ നിയമങ്ങളിലൂടെയും പുതിയ നിയമങ്ങളിലൂടെയും കടന്നു പോകുന്നതും ദൈവം യാക്കോബിന് നൽകിയെന്ന് യാക്കോബ് സൂചിപ്പിക്കുന്നതുമായ ആ വാഗ്ദത്തങ്ങൾക്ക് നമ്മുടെ പ്രത്യേക ശ്രദ്ധയൊന്ന് നൽകാം. പിതാക്കന്മാരുടെ ആ നിരക്ക് ദൈവം തൻ്റെ വാഗ്ദത്തം നൽകി. അതെ, അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും 3 പ്രത്യേക വിഷയങ്ങൾ അവർക്ക് കൊടുത്ത ഉടമ്പടിയിലുണ്ട്. 1 ഒരു രാഷ്ട്രം, 2 ദേശം, 3 അനുഗ്രഹം. എന്നാൽ ഇവിടെ യാക്കോബിന് ബന്ധപ്പെട്ടതായിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. 1, ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കും. 2, നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യും. ദൈവം ചെയ്ത ഉടമ്പടിയുടെ 3/2 ഭാഗം നിങ്ങൾക്കും എനിക്കുമാണ് പ്രധാനപ്പെട്ടത്. നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ തിരുവചനമാകുന്ന ബൈബിളുമായി ഇപ്പോൾ ഇരിക്കുന്നതിൻ്റെ കാരണം ആയിരക്കണക്കിന് വർഷം മുമ്പ് ദൈവം വാഗ്ദത്തം ചെയ്ത ഉടമ്പടിയുടെ 3/2 ഭാഗം അവൻ നിവർത്തിച്ചതിനാലാണ്. 1/3 ഭാഗം ഇതുവരെ നിവൃത്തിയായിട്ടില്ല. ഇസ്രായേൽ ദേശം മുഴുവനായി യഹൂദന്മാർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. തീർച്ചയായും അവർക്ക് അതിൻ്റെ ഒരു ഭാഗമുണ്ട്. പക്ഷേ അതെല്ലാം വിവാദത്തിലാണല്ലോ, നമുക്കറിയാം. ദൈവകരങ്ങളിൽ നിന്നും അവർക്ക് ദേശം ലഭിക്കുമ്പോൾ അവർ അതിൽ സമാധാനത്തോടെ വസിക്കും. ഓരോ മനുഷ്യനും തൻ്റെ സ്വന്തം മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും ആയിരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. അവർ സ്വത്തുക്കൾ സ്വന്തമാക്കും, നികുതി കൊടുക്കേണ്ടി വരികയില്ല. അത് കേട്ടിട്ട് സഹസ്രാബ്ദ വാഴ്ച പോലെ തോന്നുന്നോ? അതെ, അതങ്ങനെ തന്നെ ആയിരിക്കും. 48-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, മിസ്രൈമിൽ നിൻ്റെ അടുക്കൽ ഞാൻ വരും മുമ്പേ നിനക്ക് മിസ്രൈം ദേശത്ത് വെച്ച് ജനിച്ച 2 പുത്രന്മാരായ മനശ്ശെയും എഫ്രൈമും എനിക്കുള്ളവരായിരിക്കട്ടെ. രൂബേനും ശിമെയോനും എന്ന പോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ. ഇവരുടെ ശേഷം നിനക്ക് ജനിക്കുന്ന സന്തതിയോ നിനക്കുള്ളവരായിരിക്കട്ടെ. അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെടട്ടെ. ഈ 2 കൊച്ചുമക്കൾ യോസഫിൻ്റെ 2 പുത്രന്മാർ, ഓരോരുത്തരും ഇസ്രായേലിലെ 2 ഗോത്രങ്ങളാണെന്നറിയാമല്ലോ. ഇപ്പോൾ ചിലർ കണക്ക് കൂട്ടുവാൻ തുടങ്ങിയെന്ന് എനിക്കറിയാം. അപ്പോൾ 13 ഗോത്രങ്ങളുണ്ടോ? യാക്കോബിൻ്റെ 12 പുത്രന്മാർ, പിന്നെ യോസഫിൻ്റെ 2 പുത്രന്മാർ, അങ്ങനെ 14. എന്നാൽ യോസഫിൻ്റെ പേരിൽ ഗോത്രമൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ 13 ഗോത്രങ്ങളല്ലേ വരേണ്ടത്? കണക്ക് കൂട്ടിയതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ബൈബിളിൽ 12 ഗോത്രങ്ങളെ ഉള്ളൂ എന്നാണ് കണക്കാക്കുന്നത്. അതിൻ്റെ കാരണം ലേവിയുടെ ഗോത്രത്തെ മറ്റുള്ള ഗോത്രങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയിട്ടില്ല. അവർ മഹാപുരോഹിത ഗോത്രമായതിനാൽ അവർക്ക് ദേശം അവകാശമായി നൽകിയിട്ടില്ല. പിന്നെയോ മറ്റുള്ള ഗോത്രങ്ങളുടെ ഇടയിൽ പുരോഹിതന്മാരായി ചിതറപ്പെട്ടിരിക്കുകയായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരെ ഒരു ഗോത്രമായി എണ്ണിയിട്ടില്ല. അത് ഒരു തെറ്റായ കണക്ക് കൂട്ടലായി നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. എന്നാൽ ഞാനല്ല അങ്ങനെ കണക്ക് കൂട്ടിയത്, പിന്നെയോ ദൈവത്തിൻ്റെ വചനമാകുന്നു ആ കണക്ക് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ ആയിരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് ആ വിധത്തിൽ ദൈവം അതുണ്ടാക്കി. ഇത് പറയുമ്പോൾ എഫ്രൈമിനും മനശ്ശെയ്ക്കും 17 വയസ്സിൽ കൂടുതലുണ്ട് എന്നുകൂടി ഓർക്കണം. കാരണം യാക്കോബ് മിസ്രൈമിൽ വരുന്നതിന് മുമ്പ് ജനിച്ചവരാണല്ലോ അവർ 2 പേരും. അവരോരോരുത്തരും ഓരോ ഗോത്രമാണ്.
ഇനിയും യാക്കോബിൻ്റെ ചിന്ത തൻ്റെ പ്രിയപ്പെട്ട റാഹേലിലേക്ക് പോകുന്നു. 7-ാം വാക്യത്തിൽ, ഞാൻ പദ്ദനിൽ നിന്ന് വരുമ്പോൾ കനാൻ ദേശത്തെ ഫ്രാത്തിൽ എത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു. ഞാൻ അവളെ അവിടെ ബേത്ലഹേം എന്ന എഫ്രാത്തിനുള്ള വഴിയരികെ അടക്കം ചെയ്തു. തൻ്റെ മരണക്കിടക്കയിൽ പോലും യാക്കോബ് റാഹേലിനെ ഓർക്കുന്നു. അവളെ സംസ്കരിച്ച സ്ഥലം അവൻ്റെ ചിന്താമണ്ഡലത്തിൽ കടന്നു വരുന്നു. അവൻ്റെ ഹൃദയം തകർത്ത സംഭവമായിരുന്നു അവളുടെ മരണം. 8-9 വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇസ്രായേൽ യോസഫിൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു. ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാരെന്ന് യോസഫ് അപ്പനോട് പറഞ്ഞു. അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, അതായത് ഇസ്ഹാക്കിനും യാക്കോബിനും പ്രായമായപ്പോൾ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു. ശ്രദ്ധിച്ചു, അത് യാക്കോബിന് യോസഫിൻ്റെ 2 പുത്രന്മാരെ തിരിച്ചറിയാതിരിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. 13-ാം വാക്യത്തിലേക്കാണ് ഞാൻ ഇനിയും വരുന്നത്. പിന്നെ യോസഫ് എഫ്രൈമിനെ വലം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ ഇടം കൈക്ക് നേരെയും മനശ്ശയെ ഇടം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ വലം കൈക്ക് നേരെയുമായി ഇങ്ങനെ 2 പേരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവരുടെ അപ്പൂപ്പൻ അവരെ അനുഗ്രഹിക്കുന്നതിനായിട്ടാണ് കുട്ടികളെ യോസഫ് യാക്കോബിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. ഇസ്രായേലിൻ്റെ മുമ്പിൽ അവൻ്റെ വലത് കൈയുടെ നേരെ നിൽക്കുന്നവൻ മുൻഗണനയുള്ളവനായിരിക്കും. 14-ാം വാക്യം നോക്കിക്കാട്ടെ. ഇസ്രായേൽ വലം കൈ നീട്ടി ഇളയവനായ എഫ്രൈമിൻ്റെ തലയിലും ഇടംകൈ മൂത്തവനായ മനശ്ശയുടെ തലയിലുമായി ഇങ്ങനെ തൻ്റെ കൈകളെ പിണച്ചു വെച്ചു. മനസ്സിലായോ? മനശ്ശയേക്കാൾ ശ്രേഷ്ഠനായി തീരുവാൻ പോകുന്നത് എഫ്രൈം ആകുന്നു. സംഖ്യാപുസ്തകത്തിൽ വരുമ്പോൾ ഒരു കാര്യം കാണുവാൻ നാം പോകുന്നത്, എഫ്രൈമിൻ്റെ കൊടിക്കീഴിലാണ് മനശ്ശെ അണിനിരന്നത്. യോശുവ എഫ്രൈം ഗോത്രത്തിൽ നിന്നുമുള്ളവനാണ്. ആ ഗോത്രത്തിൽ നിന്നും ശ്രേഷ്ഠരായ അനേകം പേർ വന്നിട്ടുണ്ട്. മുൻഗണനയുള്ള ഒരു ഗോത്രമായി എഫ്രൈം തീർന്നിരിക്കുകയാണ്. ഇളയവൻ എഫ്രൈം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? യാക്കോബിന് കാഴ്ച വളരെ കുറവായിരുന്നെങ്കിൽ തന്നെ യോസഫ് ചെയ്യുന്നത് എന്താണെന്ന് യാക്കോബിന് ഊഹിക്കാമായിരുന്നു. യോസഫ് തൻ്റെ മൂത്ത പുത്രനെ യാക്കോബിൻ്റെ വലതുകൈയുടെ വശത്തേക്കും ഇളയ പുത്രനെ ഇടതുകൈയുടെ വശത്തേക്കും നീക്കി നിർത്തുകയായിരുന്നു. അതുകൊണ്ട് വൃദ്ധനായ യാക്കോബ് എന്താണ് ചെയ്തത്? അവൻ കൈകളെ പിണച്ചു വെച്ചു. വലതു കൈ ഇളയവൻ്റെ തലയിൽ വരത്തക്കവണ്ണം കരങ്ങളെ പിണച്ചു വെച്ചു. യാക്കോബ് എന്തിനാണ് പ്രകാരം ചെയ്തത്? അവന് 2 കുട്ടികളോടും വളരെയേറെ സ്നേഹമുണ്ടായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. തൻ്റെ ഇഷ്ടപുത്രൻ യോസഫിൻ്റെ പുത്രന്മാരാണ് ഈ പറഞ്ഞ 2 പേരും. എന്നാൽ യാക്കോബ് അറിഞ്ഞുകൊണ്ട് തന്നെ ഇളയവൻ അനുഗ്രഹം നൽകുന്നു. ഇതിന് കാരണം ഞാൻ ചിന്തിക്കുന്നത്, 1, ദൈവം അതാണ് ആഗ്രഹിച്ചത്. 2, അവൻ്റെ ഭവനത്തിലെ ഇളയവൻ യാക്കോബായിരുന്നല്ലോ. അനുഗ്രഹം ലഭിച്ചതും അവനായിരുന്നല്ലോ. ഇപ്പോഴിതാ മനശ്ശെയല്ലേ യോസഫിൻ്റെ ഇളയ മകൻ. എഫ്രൈമിനെയാണ് യാക്കോബ് അനുഗ്രഹിക്കുന്നത്. തിരുവചനത്തിലുടനീളം കാണുന്ന രസകരമായ ഒരു പ്രമാണമാകുന്നു ഈ പറഞ്ഞത്. ദാവീദിനെ തെരഞ്ഞെടുത്തത് നാം അറിയുന്നു. ഇശായിയുടെ മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നല്ലോ ദാവീദ്. എന്തുകൊണ്ടാണ് ദൈവം ഉടനെ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങൾക്കും എനിക്കും വേണ്ടി ദൈവം ഒരു വലിയ സത്യം വെളിപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ശ്രദ്ധിച്ചാട്ടെ, പരമ്പരാഗതമായി ധരിച്ചു വച്ചിരിക്കുന്നതും ആചരിച്ചു പോരുന്നതും എപ്പോഴും ദൈവം അംഗീകരിക്കണമെന്നില്ല. സ്വാഭാവിക ജനനത്താൽ ലഭിക്കുന്ന പദവികളും യോഗ്യതകളും ദൈവസന്നിധിയിൽ വിലപ്പോവില്ല. അത് അവൻ അംഗീകരിക്കുന്നില്ല. ദൈവത്തിന് ഉന്നത കുലജാതനെന്നോ താഴ്ന്ന കുലജാതനെന്നോ വ്യത്യാസമില്ല. ഏത് ജാതിയിൽ പിറന്നവനെന്നും ദൈവത്തിന് ഒരു വ്യത്യാസവുമില്ല. മതവും ജാതിയും ഭാഷയും വർഗവും സഭയും ഒന്നും ദൈവത്തിനൊരു വിഷയമല്ല. പൗരാണിക കുടുംബത്തിലോ സഭയിലോ അംഗമായതിനാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രത്യേക പരിഗണന കിട്ടുമെന്ന് ചിന്തിച്ച് വെറുതെ വിഡ്ഢിയാകരുത് സുഹൃത്തെ. എവിടെ ജനിച്ചെന്നാലും ദൈവം തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിൻ്റെ പ്രമാണമുണ്ട്. അത് ഒരു പുതുജനനത്തിൽ കൂടി മാത്രമാണ്.
അതുകൊണ്ട് മനുഷ്യനിർമ്മിതമായ സമ്പ്രദായങ്ങൾക്ക് ദൈവം പ്രാധാന്യം നൽകുന്നില്ല. മനുഷ്യരുടെ കഴിവുകളെ, താലന്തുകളെ ദൈവത്തിന് ഉപയോഗിക്കാം, തീർച്ചയായിട്ടും ഉപയോഗിക്കാം. എന്നാൽ അത് ദൈവനാമത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരിക്കണം. ഇതാ വൃദ്ധനായ യാക്കോബ് തൻ്റെ കൈ പിടിച്ച് യോസഫിൻ്റെ കുട്ടികളുടെ തലയിൽ വെക്കുന്നു. അങ്ങനെ ഇളയവന് മുൻഗണന ലഭിക്കുന്നു. 15-ാം വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെ അവൻ യോസഫിനെ അനുഗ്രഹിച്ചു. എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസ്ഹാക്കും ഭജിച്ചു പോന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ. അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോ? യാക്കോബ് പറയാണ്, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം. അവൻ ആത്മീയ ഉയരങ്ങളിലെത്തിയിരിക്കുകയാണ്. അത് പിന്നീട് 16-ാം വാക്യത്തിൽ അവൻ കൂടുതലായി പറയുകയാണ്, അതെ, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന്. ഒരു അനുഗ്രഹീത രക്ഷകനെക്കുറിച്ചല്ലാതെ യാക്കോബിന് പുകഴുവാൻ ഇന്നൊന്നുമില്ല. 17-ഉം 18-ഉം വാക്യങ്ങളിൽ, അപ്പൻ വലങ്കൈ എഫ്രൈമിൻ്റെ തലയിൽ വെച്ചു എന്ന് യോസഫ് കണ്ടപ്പോൾ അവൻ അനിഷ്ടം തോന്നി. അപ്പൻ്റെ കൈ എഫ്രൈമിൻ്റെ തലയിൽ നിന്ന് മനശ്ശെയുടെ തലയിൽ മാറ്റിവെപ്പാൻ പിടിച്ചു. യോസഫ് അപ്പനോട്, അങ്ങനെയല്ല എൻ്റെ അപ്പാ, ഇവനല്ലോ ആദ്യജാതൻ, ഇവൻ്റെ തലയിൽ വലങ്കൈ വെക്കണം എന്ന് പറഞ്ഞു. യോസഫ് മുഷിഞ്ഞു, അല്ലെങ്കിൽ യോസഫിന് അനിഷ്ടം തോന്നി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഭാഗം ഇത് മാത്രമാണ്. അവൻ്റെ ജീവിതത്തിൽ മൊത്തം അവൻ എല്ലാം സഹിച്ച് മുമ്പോട്ട് പോയതാണ്. ഇവിടെ അവന് അനിഷ്ടം തോന്നി. അതിന് യാക്കോബിൻ്റെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ച് 19-ാം വാക്യത്തിൽ അവൻ പറയുകയാണ്, എന്നാൽ അവൻ്റെ അപ്പൻ സമ്മതിക്കാതെ, എനിക്കറിയാം മകനെ, എനിക്കറിയാം, ഇവനും ഒരു വലിയ ജനമായി തീരും, ഇവനും വർദ്ധിക്കും, എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും, അവൻ്റെ സന്തതി ജനസമൂഹമായി തീരും എന്ന് പറഞ്ഞു. അവൻ്റെ സന്തതി ജനസമൂഹമായി തീരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. യോസഫ് ഇത് അംഗീകരിക്കുകയാണ് നല്ലത്. കാരണം തൻ്റെ പിതാവിൻ്റെ മൂത്ത മകനല്ലല്ലോ അവനും. അവൻ ഇളയവരിൽ ഒരുവനായിരുന്നിട്ടും അപ്പൻ്റെ അനുഗ്രഹം യോസഫിൻ്റെ മക്കൾക്കല്ലേ ലഭിച്ചത്. ദൈവത്തിലുള്ള യാക്കോബിൻ്റെ വിശ്വാസം ശ്രദ്ധിക്കുക, ദൈവത്തോട് ചേർന്നുള്ള അവൻ്റെ നടപ്പ് ശ്രദ്ധിക്കുക. നാം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോസഫിൻ്റെ 2 പുത്രന്മാരെയും യാക്കോബ് അനുഗ്രഹിച്ച് തൻ്റെ മറ്റു പുത്രന്മാരോടൊപ്പം ഓഹരി കൊടുക്കുന്നതാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത്. തൻ്റെ 2 പുത്രന്മാർക്ക് ലഭിക്കുന്നതിലൂടെ മറ്റേ സഹോദരന്മാർക്കുള്ളതിനേക്കാൾ വലിയൊരു ഓഹരി യോസഫിന് ലഭിക്കുന്നു. ഇത് തീർച്ചയായും യാക്കോബ് യോസഫിന് നൽകിയ വ്യക്തിപരമായൊരു സമ്മാനമാകുന്നു. ഇതത്ര യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സുഖാറിനടുത്തുള്ള ഒരു നിലത്തിലാണ് യോസഫിനെ അടക്കം ചെയ്തത്. യോസഫിൽ നിന്നും 2 ഗോത്രങ്ങൾ വന്നതിനാൽ അവർക്ക് കൂടുതൽ സ്ഥലം ആവശ്യമായിരുന്നല്ലോ. ഇങ്ങനെ ഇഷ്ടദാനം കൊടുത്തതിനാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അമോര്യരോട് യാക്കോബ് ആദ്യം വാങ്ങിയൊരു തുണ്ട് സ്ഥലം അത്ര ഇത്. പിന്നീട് അവർ അത് ബലം പ്രയോഗിച്ച് കൈവശപ്പെടുത്തി. അത് യാക്കോബ് പിന്നീട് പിടിച്ചെടുത്തു. ഈ കാലം വരെ ഈ സ്ഥലം വിവാദ ഭൂമിയാണ്. ഇതേ ചൊല്ലി വളരെയേറെ അടി നടക്കുന്നുണ്ട്. യാക്കോബ് വിശ്വാസത്തിൽ എത്രമാത്രം വളർന്നെന്ന് നോക്കിക്കേ. 49-ാം അധ്യായം യാക്കോബിൻ്റെ മരണക്കിടക്കയാണ്. 48-ാം അധ്യായത്തിൽ മരണക്കിടക്കയിൽ യാക്കോബ് തന്നെ ശക്തീകരിച്ച് എഴുന്നേറ്റിരുന്ന് യോസഫിൻ്റെ 2 പുത്രന്മാരെ അനുഗ്രഹിക്കുന്നത് നാം കണ്ടതാണ്. ആ രംഗത്തിന് ശേഷം യാക്കോബിൻ്റെ മറ്റ് പുത്രന്മാർ എല്ലാം കൂടി കയറി വന്നു. ഇപ്പോൾ അവൻ്റെ ചുറ്റും 12 പുത്രന്മാരുണ്ട്. അവരോരോരുത്തരോടും പറയുവാൻ യാക്കോബിന് ഒരു വിടവാങ്ങൽ ദൂതുണ്ട്. അവർ എന്തായിത്തീരുവാൻ പോകുന്നു എന്ന് യാക്കോബ് അവരോട് പ്രവചിക്കുകയാണ് ഈ 49-ാം അധ്യായത്തിൽ. അവൻ മൂത്ത പുത്രനിൽ ആരംഭിച്ച് ഓരോരുത്തരായി താഴേക്ക് വരുന്നു. ഒരു മനുഷ്യൻ തൻ്റെ മരണക്കിടക്കയിൽ പറയുന്നത് എന്തും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും, വളരെ സത്യസന്ധമായിരിക്കും. കാരണം സാധാരണയായി മറ്റെങ്ങും സത്യം പറഞ്ഞിട്ടില്ലാത്ത വ്യക്തി പോലും തൻ്റെ മരണക്കിടക്കയിൽ സത്യം മാത്രമേ പറയൂ. ഇവിടുത്തെ ഈ മരണക്കിടക്കയിലെ ദൂത് വളരെ നാടകീയമാണ്. കാരണം ഇത് പ്രവചനമാകും. യാക്കോബിൻ്റെ 12 പുത്രന്മാർ ഗോത്രങ്ങളാകുമ്പോൾ അവർക്കെന്ത് സംഭവിക്കുമെന്നാണ്
ഇവിടെ പറഞ്ഞിരിക്കുന്നു. അന്ന് പ്രവചനമായിരുന്ന ആ കാര്യങ്ങൾ ഇന്ന് ഒട്ടുമുക്കാലും ചരിത്രമായി മാറിക്കഴിഞ്ഞു. യാക്കോബിൻ്റെ ജീവിതത്തിലെ വിശ്വാസം കാണുവാനുള്ളൊരു അവസാന അവസരം കൂടി ആകുന്നു ഇത്. 12 ഗോത്രങ്ങളായി കനാനിൽ പാർക്കുവാൻ പോകുന്ന തൻ്റെ മക്കളോട് യാക്കോബ് സംസാരിച്ച്. എന്തൊരു വിശ്വാസം അല്ലേ! ഒരു കാര്യം മറന്നു പോകരുത്. ഇത് പറയുമ്പോൾ കനാൻ ദേശത്ത് കനാന്യരായിരുന്നു പാർത്തിരുന്നത്, യാക്കോബിൻ്റെ മക്കളായിരുന്നില്ല. അതുമാത്രമല്ല, യാക്കോബിൻ്റെ കുടുംബം മിസ്രൈമിൽ നല്ല സാഹചര്യത്തിലുമായിരുന്നു. തിരികെ അവർക്ക് പോകേണ്ടി വരുമെന്ന് ഒരിക്കലും ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ അവർ അവിടെ ആയിരിക്കുന്നത്. എന്നാൽ ദൈവം എത്ര കൃത്യമായിട്ടാണ് ഇവരോട് സംസാരിക്കുന്നത് എന്ന് ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 49-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. അനന്തരം യാക്കോബ് തൻ്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. ഇവിടെ ഭാവി കാലത്തെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചില പരിഭാഷകളിൽ അന്ത്യകാലത്ത് എന്ന് കാണുന്നു. സഭയുടെ അന്ത്യകാലത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇസ്രായേൽ ജാതിയുടെ അന്ത്യകാലം. വളരെ വ്യക്തമായ ദൈവിക യുഗസംബന്ധമായ വ്യത്യാസം വരുത്തിയേ മതിയാകൂ. ഇവിടെ യാക്കോബ് സംസാരിക്കുന്നത് ഇസ്രായേൽ ജാതിയുടെ ഭാവി കാലത്തെക്കുറിച്ചാണ്. തൻ്റെ പുത്രന്മാരിൽ നിന്നും ഉടലെടുക്കുവാൻ പോകുന്ന ആ 12 ഗോത്രങ്ങൾ ഉൾപ്പെട്ട രാഷ്ട്രത്തെക്കുറിച്ചാണ് യാക്കോബ് സംസാരിക്കുന്നത്. 2-ാം വാക്യത്തിൽ അവൻ പറയുന്നു, യാക്കോബിൻ്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ, നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിൻ്റെ മൊഴിക്ക് ചെവി തരുവീൻ. ഇവിടെ ഇതാ വൃദ്ധനായ യാക്കോബ് കട്ടിലിൻ്റെ തലയ്ക്കൽ ചാരിയിരിക്കുന്നു. അവൻ്റെ വടിയിൽ ചാരിയാണ് ഇരിപ്പ്. തൻ്റെ ജീവിതത്തെ മുഴുവൻ ഒന്ന് വിശകലനം ചെയ്യണമെന്ന് യാക്കോബിന് ആഗ്രഹമുണ്ട്. എന്നാൽ അത് നടക്കും എന്ന് തോന്നുന്നില്ല. മരണം തീർച്ചയായും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഒട്ടുമിക്കവാറും ആളുകൾക്കും വളരെ അസൗകര്യമായ സമയത്താണ് ഈ മരണം വരാറുള്ളത്. ഇവിടെ വല്ലതുമൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചുറച്ചിരിക്കുമ്പോൾ ഇതാ മരണം വരുന്നു. ഒന്ന് ജീവിക്കുവാൻ യാക്കോബ് ആരംഭിച്ചതേ ഉള്ളൂ. മകൻ്റെ ആ ഉയർച്ചയിൽ മിസ്രൈം ദേശത്തൊന്ന് ജീവിക്കുവാൻ, ഇതുവരെ സമ്പാദിക്കുവാനുള്ള നെട്ടോട്ടമായിരുന്നുവെങ്കിൽ ഇപ്പോഴിനിയൊന്ന് ജീവിക്കാം. പക്ഷേ മരണം വരുന്നു. തനിക്കിനിയും മുമ്പോട്ട് പോകുവാൻ സാധിക്കില്ലെന്ന് യാക്കോബിന് വ്യക്തമായി മനസ്സിലായി. പല വിധത്തിലും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു യാക്കോബെന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. 3-ഉം 4-ഉം വാക്യങ്ങളിൽ അവൻ രൂബേനോട് പറയുകയാണ്, രൂബേനെ, നീ എൻ്റെ ആദ്യജാതൻ, എൻ്റെ വീര്യവും എൻ്റെ ശക്തിയുടെ ആദ്യ ഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിൻ്റെ വൈശിഷ്ട്യവും തന്നെ. വെള്ളം പോലെ തുളുമ്പുന്നവനെ, നീ ശ്രേഷ്ഠനാകയില്ല. നീ അപ്പൻ്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി, എൻ്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ. ഇത് വളരെ ചിന്തിപ്പിക്കുന്നതായ പൈതൃക ഗുണം എന്ന വലിയ തത്വം ഈ പിതാക്കന്മാർ മനസ്സിലാക്കിയിരുന്നു എന്ന കാര്യമാണ് നാം കാണുന്നത്. അതായത് അപ്പനെപ്പോലെ തന്നെ മകനും എന്ന തത്വം. യാക്കോബ് അത് മനസ്സിലാക്കി. എന്നിട്ട് പറയുന്നത്, രൂബേനെ, ഒരു വലിയ പങ്കും നീ എന്നെപ്പോലെ തന്നെ ആകുന്നു എന്നത്രേ. വെള്ളം പോലെ തുളുമ്പുന്നവൻ എന്ന് യാക്കോബിനെക്കുറിച്ചും അവൻ്റെ ആദ്യകാലങ്ങളിൽ പറയാവുന്നതാണ്. അവൻ്റെ മൂത്തപുത്രൻ്റെ കാര്യത്തിലും അത് സത്യമാണ്. നീ ശ്രേഷ്ഠനായിരിക്കയില്ല എന്ന് യാക്കോബ് പറയുന്നു. രൂബേൻ ഒരിക്കലും ശ്രേഷ്ഠനായില്ല. എങ്ങും അവനിൽ യാതൊരു ശ്രേഷ്ഠതയും കാണുവാൻ കഴിയുന്നില്ല. ഒരിക്കലും അവൻ ഒന്നാമതായി തീർന്നിട്ടില്ല. ഇന്നും ഇതുപോലെയുള്ള അനേകരെ കാണുവാൻ സാധിക്കും. അവർ ഒരുതരം അലംഭാവത്തോടെ കഴിയുന്നു. മതി, ഇനിയും എന്നെക്കൊണ്ട് വയ്യ. ശ്രേഷ്ഠരാകുവാൻ താല്പര്യവും അവർക്കില്ല. ഉള്ള അവസ്ഥയിൽ ഒതുങ്ങിക്കൂടി കഴിയുവാനുള്ള ഇടുങ്ങിയ ചിന്താഗതി. അവരുടെ കഴിവുകളെ അവർ വികസിപ്പിക്കുന്നില്ല. ശ്രേഷ്ഠരാകുവാൻ സകല സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും ഇക്കൂട്ടർ ശ്രേഷ്ഠരാകാത്തതിൻ്റെ കാരണം ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സ്വഭാവ ദൂഷ്യമോ മനോഭാവ പിശകോ ഒക്കെ ആവാം. യാക്കോബിൻ്റെ ആദ്യജാതനായിരുന്ന രൂബേൻ്റെ ജീവിതത്തിലെ ആ കരട് യാക്കോബ് തന്നെ ഇവിടെ പറയുന്നു. അതെ, സെക്സ്, അസാൻമാർഗികത്വം, അനേകരുടെയും വലിയ വലിയ കഴിവുകളെ മുരടിപ്പിച്ച ഈ ദുർസ്വഭാവം ഇതാ രൂബേനിലും. മനുഷ്യൻ്റെ പാപ സ്വഭാവത്തെ കണ്ട് രസിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി എഴുതപ്പെട്ടതല്ല ബൈബിൾ. എന്നാൽ ദൈവം മനുഷ്യ പാപങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. രൂബേൻ്റെ പാപവും ദാവീദിൻ്റെ പാപവും ഒക്കെ രേഖപ്പെടുത്തുന്നു.
അങ്ങനെ നമുക്ക് മനുഷ്യകുലത്തിൻ്റെ ഒരു ചിത്രം ലഭിക്കും. അതാണ് ദൈവം ഉദ്ദേശിച്ചത്. ഇനി അടുത്ത 2 മക്കളെ ഒരുമിച്ച് ചേർത്താണ് പറയുന്നത്. അവർ ഒരമ്മ പ്രസവിച്ച സഹോദരന്മാരാണ്, ലേയുടെ മക്കൾ. 5-ാം വാക്യത്തിൽ ശിമെയോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ. സ്വന്തം സഹോദരിയെ ഒരു മനുഷ്യൻ മാനഭംഗപ്പെടുത്തിയതിൻ്റെ പേരിൽ ശിമെയോനും ലേവിയും ശേഖേമിലേക്ക് ചെന്ന് ആ പട്ടണത്തിൽ പാർത്തിരുന്ന നിരപരാധികളെ മുഴുവൻ കൊന്ന സംഭവം ഓർക്കുന്നില്ലേ? അവർ ഒരു പട്ടണത്തോട് മുഴുവൻ പ്രതികാരം നടത്തി. അവർ അങ്ങനെ ചെയ്യരുതായിരുന്നുവെന്നത് യാക്കോബ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 6-7 വാക്യങ്ങളിൽ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ, എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുതേ. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരിയുടച്ചു. അവരുടെ ഉഗ്രകോപവും കഠിന ക്രോധവും ശപിക്കപ്പെട്ടത്. ഞാൻ അവരെ യാക്കോബിൽ പകുക്കുകയും ഇസ്രായേൽ ചിതറിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ആശ്ചര്യകരമായ കൃപയുടെ പ്രകടനം എന്നാൽ ലേവിയിൽ പിന്നീട് നാം കാണുന്നത് അതാണ്. ഈ ലേവി ഗോത്രം ഇസ്രായേലിൽ ചിതറപ്പെട്ടിരുന്നു എന്നത് വാസ്തവമാണ്. പക്ഷേ അവർ പുരോഹിത ഗോത്രമായിരുന്നതിനാലാണ് അങ്ങനെ ചിതറപ്പെട്ടത്. ലേവിയെപ്പോലെ ക്രൂരനായ ഒരു വ്യക്തിയെ എടുത്ത് തൻ്റെ പുരോഹിതന്മാരുടെ ഗോത്രത്തിൻ്റെ തലവനാക്കി വെക്കുക എന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്നു മാത്രമാണ്. അതെ, പാപികളായ നമ്മെ രൂപാന്തരപ്പെടുത്തി രാജകീയ പുരോഹിതവർഗമാക്കി വെച്ച ദൈവകൃപ, അതാണ് ഇവിടെ നാം കാണുന്നത്. ഓരോ ക്രിസ്തുവിശ്വാസിയും ഇന്ന് പുരോഹിതന്മാരാണ്. അവരിൽ മാനസാന്തരപ്പെട്ട മദ്യപാനികളും മാനസാന്തരപ്പെട്ട വേശ്യകളും മാനസാന്തരപ്പെട്ട കൊലപാതകന്മാരും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള അനേകരെ എനിക്കറിയാം. എങ്ങനെയാണ് അവർ ദൈവരാജ്യത്തിലെ പുരോഹിതന്മാരായത്? യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതെ, ഏതു വലിയ പാപിയെയും ദൈവകൃപയാൽ ദൈവകരുണയാൽ രക്ഷിച്ച് ഇത്രയും വലിയ പദവിയിൽ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഇന്നും മതിയായവനാണ്. ഇന്നും അതിനായി ദൈവം താങ്കളെ ക്ഷണിക്കുന്നു. അവൻ്റെ ആ വിളി നിങ്ങൾ ശ്രദ്ധിച്ച് അവൻ്റെ സന്നിധിയിലേക്ക് വരുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തൻ്റെ മക്കളുടെ ദോഷങ്ങളും ദൗർബല്യങ്ങളും എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ദൈവകൃപ അവരെ രൂപപ്പെടുത്തുമെന്ന പ്രത്യാശയോടെയാണ് യാക്കോബ് അവരെ അനുഗ്രഹിച്ചത്. ഒരു മനുഷ്യൻ്റെ ഭൂതകാലം എത്ര ഇരുളടഞ്ഞതാണെങ്കിലും ദൈവകൃപയാൽ അതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് ലേവിയുടെ പിൽക്കാല ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. മക്കളെയും പേരക്കുട്ടികളെയും അനുഗ്രഹിക്കുന്ന യാക്കോബിൽ നാം കാണുന്നത് വെറുമൊരു കുടുംബനാഥനെയല്ല, മറിച്ച് ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുള്ള ഒരു ആത്മീയ വീരനെയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിത സായാഹ്നവും അനുഗ്രഹീതമായി തീരുമെന്ന ഉറപ്പോടെ നമുക്ക് മുന്നോട്ട് പോകാം.